ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സ്കെയിൽ എന്ന് പറയുന്നൊരു ടൂളിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞ ടൂൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്ക് സ്കെയിൽസ് എടുത്ത് വരയ്ക്കാറുണ്ട്. അത് ഡ്രോയിങ് വരയ്ക്കുന്നവർക്കറിയാം. സ്കെയിൽ, അതായത് നമുക്കിപ്പോൾ 50 സെൻറ്റിമീറ്ററുള്ള സാധനം വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിനെ ഇപ്പോൾ നമുക്ക് ചെറുതാക്കി 1:5 വരച്ചു കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50-ന് പകരം 10 എടുത്ത് വെച്ച് വരച്ചാൽ മതി. അതുപോലെ നമുക്ക് ഇപ്പോൾ ചെറിയൊരു ഐറ്റം, അതായത് ഇപ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്തിലുള്ള ഒരു സംഭവത്തിനെ നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമുക്കതിനെ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ വലിയ സ്കെയിൽ എടുത്ത്, അതായത് നേരത്തെ ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ SolidWorksലും സ്കെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്കെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. ഓക്കെ, റെക്റ്റാങ്കിൾ വരച്ച് ഞാൻ സ്കെച്ച് എടുത്തു. ഇതിൻ്റെ ലെങ്ത് ഞാൻ കൊടുക്കുമ്പോൾ വേണം. ഓക്കെ, ഒരു 1 മീറ്റർ എടുത്തു, ഒരു 1 മീറ്റർ എടുത്തു. അതിൻ്റെ ഹൈറ്റ് കൂടെ ഞാൻ കൊടുക്കുമ്പോൾ വേണം. ഓക്കെ, ഹൈറ്റ് ഞാനൊരു 2 മീറ്റർ എടുത്തു, അല്ലെങ്കിൽ വേണ്ട ഒരു 0.75 എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലെങ്ത് 1 ബ്രെഡ്ത്ത്, ദെൻ ഓക്കെ നമുക്ക് ഹൈറ്റും കൂടെ 1 കൊടുക്കാം. ഓക്കെ, 80 എടുത്തിട്ട് ഞാൻ വീണ്ടും 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബാണ്. ഇതൊരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ക്യൂബാണ്. ഓക്കെ, ഇതിന് കളർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊരു കളർ കൊടുത്തു വിസിബിലിറ്റിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനിപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് 2 ആക്കണം. ഓക്കെ, ഞാനിപ്പോൾ സ്കെയിൽ എടുത്തിട്ട് ഇൻസേർട്ട് എടുത്തിട്ട് ഫീച്ചേഴ്സ് എടുത്തിട്ട് സ്കെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്കെയിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സെൻട്രോയിഡാണോ ഒറിജിനലാണോ, ആ സ്കെയിൽ അബൌട്ട് എങ്ങനെയാണ് വേണ്ടത്, കോർഡിനേഷൻ സിസ്റ്റം ആണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ സെൻട്രോയിഡ് കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ 2 കൊടുക്കുകയാണ്. ഓക്കെ, 2 കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വലുതായി. ഇനി നമുക്ക് ഇത് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കീബോർഡിൽ M പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ടൂൾ വരും. ഇതെടുത്ത് നോക്കുമ്പോൾ 2 ആയി. ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും 2 ആയി. ഇനി ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും 2 മീറ്റർ ലെങ്ത്. ഓക്കെ, ഞാനിപ്പോൾ ഈ സ്കെയിൽ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഒരു 5 ആക്കാൻ പോവുകയാണ്. ഓക്കെ, 5 ആക്കുമ്പോഴത്തേക്ക് നമ്മൾ മെഷർ എടുത്തിട്ട് വീണ്ടും ഇത് നോക്കുമ്പോഴത്തേക്ക് 5 ആയി. ഇനി ഞാൻ ഇതെടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാനത് 0.25 ആക്കി. 0.25 ആക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മെഷർ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 0.25. ഞാൻ 1 മീറ്ററാണ് അതിൻ്റെ ബേസിക് ലെങ്ത് കൊടുത്തത്, അതുകൊണ്ടാണ് നമ്മൾ 0.25 കൊടുത്തത്. അപ്പോൾ ഞാൻ 2 മീറ്ററാണ് ബേസിക് ലെങ്ത് കൊടുത്തെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള 2 മീറ്ററിന് 0.25 വന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ സ്കെച്ച് എടുത്ത് എഡിറ്റ് ചെയ്തു. ഈ ഒരു ലെങ്ത് ഞാൻ ഇപ്പോൾ 3 കൊടുത്തു. ഓക്കെ, ദെൻ ഈ സ്കെച്ച് നമ്മൾ ഇത് 2 കൊടുത്തു. ഓക്കെ, 2 to 3 ആണ് ഇപ്പോൾ കൊടുത്തിരുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ സ്കെയിൽ എടുത്തിട്ട് ഒരു 0.5 കൊടുത്തു. ഓക്കെ, 0.5 കൊടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ 3 അല്ലേ ലെങ്ത് കൊടുത്താൽ, അപ്പോൾ 3യുടെ 0.5 എന്ന് പറയുന്നത് 1.5 ആണ്. ഓക്കെ, ഇനി അടുത്ത ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 അല്ലേ കൊടുത്താൽ, 2ൻ്റെ 1.5 എന്ന് പറയുന്നത് 1 മീറ്റർ. ഓക്കെ, ഇത് 1 ആണ് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ 1 വരും. ഇതാണ് സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്കെച്ച് വരച്ചിട്ട് അതിനെ പെട്ടെന്ന് എൻലാർജ് ചെയ്യിപ്പിക്കാനോ അതിനെ ചെറുതാക്കാനോ ഒക്കെ നമുക്ക് ഈ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്. റെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ, എന്നാലും വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു.